ഹായ് എവ്രി വൺ, MMO പ്രൈവറ്റ് ഐഡിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ ഡ്രാഫ്റ്റ്മാൻ സിവിലിലെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന ചാപ്റ്ററാണ്. എൻ്റെ പേര് അജിഷ, ACD ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിലെ പ്രധാന ഭാഗങ്ങളും ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബിലെ എസ്റ്റിമേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതുമാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. Estimation is the method of calculating the various quantities and the expenditure to be incurred on a particular job or a process. ഒരു പെർട്ടിക്കുലർ ജോബ്, അത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു റോഡ്, അതോ ബ്രിഡ്ജ്, അതുപോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോബിന് ആവശ്യമായ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റീസും അതിനാവശ്യമായ എക്സ്പെൻസും എല്ലാം റഫായി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏതൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്ന് നോക്കാം. ഒന്നാമത്തത്, ലിസ്റ്റ് ഔട്ട് ഐറ്റംസ് ആൻഡ് ക്വാണ്ടിറ്റീസ് റിക്വയർഡ്. ഏതൊക്കെ ഐറ്റംസ്, എത്രയ്ക്ക് ക്വാണ്ടിറ്റീസ് വേണമെന്ന് ആദ്യം ഒരു ലിസ്റ്റ് റെഡിയാക്കി വെക്കുക. രണ്ടാമത്തത്, കൺസൾട്ട് ദ റേറ്റ് കാറ്റലോഗ്സ് ഫോർ പ്രൈസിങ് ദ വാരിയസ് ഐറ്റംസ്. പ്രൈസ് കാറ്റലോഗ് റെഫർ ചെയ്യുക. അതായത് ഒരു മാർക്കറ്റ് ടു മാർക്കറ്റ് ആണെങ്കിൽ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് മാറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് പ്രൈസ് മാറാം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനനുസരിച്ച് നമ്മൾ റേറ്റ് കാറ്റലോഗ്സിന് റെഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസൾട്ട് ദ റേറ്റ് കാറ്റലോഗ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ആഡ് ദ ലേബർ കോസ്റ്റ് ടു ദ എസ്റ്റിമേറ്റ്. ലേബർ കോസ്റ്റ് എസ്റ്റിമേറ്റിലേക്ക് ആഡ് ചെയ്യാം. അതായത് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ഒരു ജോബാണെങ്കിൽ നമ്പർ ഓഫ് ലേബേഴ്സ് കൂടുതലായിരിക്കും. അതിനനുസരിച്ചൊക്കെ ലേബർ കോസ്റ്റ് വാരി ചെയ്യാം. നാലാമത്തെ സ്റ്റെപ്പ്, ആഡ് സൂപ്പർവിഷൻ ചാർജസ് ആൻഡ് എക്സിക്യൂട്ടേഴ്സ് പ്രോഫിറ്റ്. സൂപ്പർവിഷൻ ചാർജസ്, അതുപോലെ കോൺട്രാക്ടേഴ്സിനുള്ള പ്രോഫിറ്റ്, കോൺട്രാക്ടേഴ്സ് നോക്കി നടത്തുന്നതിനുള്ള ചാർജസ് എല്ലാം ആഡ് ചെയ്യണം. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ, നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള സ്ട്രക്ചറിനെ നമ്മൾ സബ് സ്ട്രക്ചർ എന്നും ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള സ്ട്രക്ചറിനെ നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്നും പറയുന്നു. ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുമ്പോൾ ആദ്യം ഫൗണ്ടേഷൻ ചെയ്യാനുള്ള എർത്ത് വർക്ക് എക്സ്കവേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിനുള്ള ലേബർ ചാർജസ് എല്ലാം നമ്മൾ എസ്റ്റിമേഷനിൽ ഉൾപ്പെടുത്തണം. അതുപോലെ സബ്സ്ട്രക്ചറിൽ തന്നെ വരുന്ന ഡ്രൈ റബിൾ മീസൻട്രി വർക്ക്, അതുപോലെ പ്ലിന്ത്, സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ബ്രിക്ക് മീസൻട്രി, റൂഫിംഗ്, അതുപോലെ ഡോർസ്, വിൻഡോസ്, ഫ്ലോറിംഗ്, ഇങ്ങനെ കണ്ട എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സിൻ്റെയും ആവശ്യമായ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ലേബർ ചാർജസ്, അതുപോലെ അതിൻ്റെ സൂപ്പർവിഷൻ ചാർജസ്, ഇതെല്ലാം നമ്മൾ എസ്റ്റിമേഷനിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അതിനെല്ലാമുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, ഈ എസ്റ്റിമേഷൻ റെഡിയാക്കുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, എസ്റ്റിമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത്, ഹെൽപ്സ് ടു എനേബിൾ ടു നോ ബിഫോർ ഹാൻഡ് ദ കോസ്റ്റ് ഓഫ് വർക്ക്. നമ്മളൊരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനെത്ര കോസ്റ്റ് വരും, അതിനെത്ര എക്സ്പെൻസ് വരുമെന്ന് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുന്ന കോസ്റ്റ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആക്ച്വൽ എക്സ്പെൻസിനേക്കാളും കൂടുതലാവാം, കുറവാവാം. ആക്ച്വൽ എക്സ്പെൻസ് എസ്റ്റിമേറ്റ് ചെയ്ത തുകയേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മളതിനെ അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നു. ആക്ച്വൽ എക്സ്പെൻസ് എസ്റ്റിമേറ്റ് ചെയ്ത തുകയേക്കാൾ കുറവാണെങ്കിൽ നമ്മളതിനെ ഓവർ എസ്റ്റിമേറ്റ് എന്നും പറയും. രണ്ടാമത്തത്, required for inviting the tenders and arrange the contract and to control the expenditure during the execution. അതായത് നമുക്ക് ടെൻഡേഴ്സ് വിളിച്ചാണ് ഓരോ വർക്കും കൊടുക്കുന്നത്. ഇന്ന റേഞ്ചിൽ എക്സ്പെൻസ് വരുന്ന വർക്കാണെങ്കിൽ നമ്മൾ ടെൻഡർ വിളിച്ചാണ് ആ ഒരു വർക്ക് കോൺട്രാക്റ്റ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ എസ്റ്റിമേഷൻ ചെയ്യുന്നത് നിർബന്ധമാണ്. മൂന്നാമത്തത്, ഗീവ്സ് എൻ ഐഡിയ അബൌട്ട് ദ കംപ്ലീഷൻ ഓഫ് വർക്ക്. ഈ ഒരു വർക്ക് എപ്പോൾ കംപ്ലീറ്റ് ആവും,
എന്നുള്ളതിനൊരു ഐഡിയ നമുക്ക് കിട്ടും. അടുത്തത് കാൽക്കുലേറ്റ് ദ പേയ്മെൻറ്റ് ടു ദ കോൺട്രാക്ടർ അക്കോർഡിംഗ് ടു ദ ആക്ച്വൽ മെഷർമെൻറ്റ് കമ്പയർഡ് വിത്ത് എക്സിസ്റ്റിംഗ് എസ്റ്റിമേറ്റ്. കോൺട്രാക്ടേഴ്സിനുള്ള പേയ്മെൻ്റ് എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. അടുത്തത് കാൽക്കുലേറ്റ് സെയിൽ വാല്യൂ ഓഫ് ഓർ ഫിക്സ് ദ റെൻറ്റ്. നമുക്ക് ആ ബിൽഡിങ് വിൽക്കാനുള്ളതാണെങ്കിൽ അതിൻ്റെ സെയിൽ വാല്യൂ നമുക്ക് നിശ്ചയിച്ച് വെക്കാം. അതുപോലെ റെൻറ്റിന് കൊടുക്കാനുള്ളതാണെങ്കിൽ റെൻ്റ് എല്ലാം ഫിക്സ് ചെയ്ത് വെക്കാനൊക്കെ ഈ എസ്റ്റിമേഷൻ ഉപകാരപ്പെടും. അടുത്തതായിട്ട് നമുക്ക് ഈ എസ്റ്റിമേഷൻ റെഡിയാക്കണമെങ്കിൽ എന്തൊക്കെ ഡാറ്റാസ് ആവശ്യമാണെന്ന് നോക്കാം. നെസസറി ഡാറ്റ ഫോർ എസ്റ്റിമേഷൻ. ഒന്നാമത്തത് ഡ്രോയിങ് ആണ്. ഫുള്ളി ഡയമെൻഷൻഡ് ആയിട്ടുള്ള പ്ലാൻസ്, സെക്ഷൻസ് എല്ലാം ഉണ്ടായിരിക്കണം ഈ എസ്റ്റിമേഷൻ റെഡിയാക്കുന്നതിന് മുന്നേ. രണ്ടാമത്തത് സ്പെസിഫിക്കേഷൻ, അതായത് ഫൗണ്ടേഷൻ എന്തുകൊണ്ടുണ്ടാകുന്നു, അതുപോലെ പ്ലിന്ത്, വോൾ വർക്ക്, RCC ഇവയുടെയൊക്കെ സ്പെസിഫിക്കേഷൻ ഉൾപ്പെടുന്നതാണ്. ഇവയുടെ എല്ലാം സ്പെസിഫിക്കേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ സ്പെസിഫിക്കേഷനിൽ തന്നെ 2 ടൈപ്പ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ജനറൽ അല്ലെങ്കിൽ ബ്രീഫ് സ്പെസിഫിക്കേഷൻ, രണ്ടാമത്തത് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. ജനറൽ ഓർ ബ്രീഫ് സ്പെസിഫിക്കേഷനിലാണെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം, വോളിൻ്റെതാണ്. ഇപ്പോൾ ജനറൽ സ്പെസിഫിക്കേഷനായിട്ട് പറയുന്നത് ബ്രീഫ് സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ വോൾ ഇൻ ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ അത്ര മതിയാവും. ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ ഏത് ടൈപ്പ് ബ്രിക്ക് കൊണ്ട്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ഉണ്ട്, ഏത് ടൈപ്പ് ബ്രിക്ക് കൊണ്ടാണ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് അത് സ്പെസിഫൈ ചെയ്യണം. അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ സ്പെസിഫൈ ചെയ്യണം. അതുപോലെ ഏത് ടൈപ്പ് സിമൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഏത് ടൈപ്പ് സാൻഡാണ് യൂസ് ചെയ്യുന്നത്, സാൻഡും സിമൻറ്റും ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്യുന്നത്, ഇതെല്ലാം സ്പെസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നെസസറി ഡാറ്റ എന്ന് പറയുന്നത് റേറ്റ്സ് ആണ്. ഒരു യൂണിറ്റിന് എത്ര രൂപ ആവശ്യം വരുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വെച്ചായിരിക്കും നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഷെഡ്യൂൾ ഓഫ് ലേബർ റേറ്റ്സ് ആണ്. അതായത് ലേബർ റേറ്റ്സിൻ്റെ ഷെഡ്യൂൾസ്, ലേബർ റേറ്റ്സ് എത്രയൊക്കെയാണ് എന്നുള്ളതിനെ ഒരു കാറ്റലോഗ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഷെഡ്യൂൾ ഓഫ് ലേബർ റേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് വർക്ക്സിന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലേബേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ റേറ്റ്സ് സ്പെസിഫൈ ചെയ്യുന്ന ഒരു കാറ്റലോഗിനെ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ലേബർ റേറ്റ്സ് എന്ന് പറയുന്നു. അതുകൂടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എസ്റ്റിമേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വോളിയം കാൽക്കുലേഷൻ, അതുപോലെ ഏരിയ കാൽക്കുലേഷൻ, അതിനൊപ്പം തന്നെ വോളിയം ഏരിയയും കാൽക്കുലേറ്റ് ചെയ്ത ഒരു ജോബിൻ്റെ എസ്റ്റിമേഷൻ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് ഓഫ് MS road, diameter 50 mm and length 500 mm if cost of material Rs 80 per kilogram and the density of road is 7.8 gram per centimeter cube. Late time taken to complete the component is 1 hour 30 minutes and late charge is Rs 80 per hour. നമുക്കൊരു MS റോഡ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ 50 mm ആണ്, ലെങ്ത്ത് 500 mm ആണ്. അതിൻ്റെ എസ്റ്റിമേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി 7.8 gram per centimeter cube ആണ്. അപ്പോൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ അതിൻ്റെ പെർ കിലോഗ്രാം റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ ലെയ്ത്ത് ചാർജ് കൂടി അതിന് കൂടെ ആഡ് ചെയ്ത ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഡയമീറ്റർ 50 mm, 50 mm മീൻസ് 5 cm, റേഡിയസ് 2.5 cm, ലെങ്ത്ത് 500 mm ആണ്, സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ 50 cm. അപ്പോൾ MS റോഡിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ, ഒരു സിലിണ്ടറിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഏരിയ ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ലെങ്ത് ആയിരിക്കും അല്ലേ. അതായത് ബേസ് ഏരിയ എന്ന് പറയുന്നത് സർക്കിളിൽ πr² ഇൻറ്റു ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ വാല്യൂ 7/22, റേഡിയസ് 2.5 സ്ക്വയർ ചെയ്തു ഇൻറ്റു ലെങ്ത്ത് 50, 981.875 cm³ കിട്ടി. വെയിറ്റ് കാണാൻ വേണ്ടി
വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്യാം. അതായത് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയമാണ്. മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ 981.875നെ 7.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് 7.659 കിലോഗ്രാം കിട്ടി. 1 കിലോഗ്രാമിന് 80 രൂപയാണെങ്കിൽ 7.659 കിലോഗ്രാമിന് 612.72 രൂപ കിട്ടി. ഇനി മെഷീനിങ് കോസ്റ്റ്. 1 മണിക്കൂറിനേക്ക് 80 രൂപയാണ് ലേറ്റ് ചാർജ് എങ്കിൽ 1.5 മണിക്കൂറിനേക്ക് എത്രയായിരിക്കും? 80 + 40 അല്ലേ, 120 റുപ്പീസ്. ആ 120 റുപ്പീസ് കൂടി ഈ 612.72ലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് 732.72 രൂപ, അതായത് 733 രൂപ കിട്ടി. ഇങ്ങനെയാണ് എസ്റ്റിമേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. What is the total estimation cost of job? As shown in the figure, the density of material is 7.8 gram per centimeter cube. Time taken in milling machine to complete the job is 2 hours. Charge for the milling machine is Rs 200 per hour and the material cost is Rs 60 per kilogram. നമുക്ക് ഫിഗറിൽ തന്നിട്ടുണ്ട്. ഡയമെൻഷൻ 60 ഉള്ള ഒരു സ്ക്വയറിൽ നിന്ന് 15/15 ഉള്ള 6 സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗമാണ് നമ്മുടെ ജോബ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ തിക്നെസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 40. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ജോബ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ബാക്കിയുള്ളത് 10 സ്ക്വയേഴ്സ് ആയിരിക്കും അല്ലേ. 15/15 ഉള്ള 10 സ്ക്വയേഴ്സ്, അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ 15 മില്ലിമീറ്റർ ആണ്. 15 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1.5 സെൻറ്റിമീറ്റർ. 1.5 × 1.5 2.25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഒരു സ്ക്വയറിൻ്റെ ഏരിയ. അതുപോലെ 10 സ്ക്വയേഴ്സ് ഉണ്ടെങ്കിൽ 10 × 2.25 സെൻറ്റിമീറ്റർ സ്ക്വയർ 22.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിന് തിക്നെസ് കൊണ്ട് 4 സെൻറ്റിമീറ്റർ, 40 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ ആണ്. 4 സെൻറ്റിമീറ്റർ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 90 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പം നമുക്ക് ജോബിൻ്റെ വോളിയം കിട്ടി. വോളിയത്തിന് ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 702 ഗ്രാംസ് അല്ലെങ്കിൽ 0.702 കിലോഗ്രാം കിട്ടും. 1 കിലോഗ്രാമിന് 60 രൂപ വെച്ച് 0.702 കിലോഗ്രാമിന് 0.702 × 60 42.12. അപ്പോൾ മെഷീനിങ് കോസ്റ്റ് 1 മണിക്കൂറിനേക്ക് 200 രൂപയാണെങ്കിൽ 2 മണിക്കൂറിനേക്ക് 400 രൂപ. അപ്പോൾ 400 മെഷീനിങ് കോസ്റ്റ് പ്ലസ് മെറ്റീരിയൽ കോസ്റ്റ് 442.12 കിട്ടി. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് മില്ലിംഗ് കോസ്റ്റ് ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് സൈസ് 100/80/60 millimeter if cost of the milling is Rs 2 per centimeter square? നമുക്ക് റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കാണണം. 100/80/60 millimeter ആണ് തന്നത്. സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്താൽ 10/8/6 അതാണ് ഡയമെൻഷൻ. അതുപോലെ സർഫേസ് ഏരിയ മില്ലിംഗ് ആയതുകൊണ്ട് നമ്മൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് Rs 2 ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ടോട്ടൽ സർഫേസ് ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ 80/100 ഉള്ള 2 റെക്റ്റാങ്കിൾസ്, 80/60 ഉള്ള 2 റെക്റ്റാങ്കിൾസ്, 100/60 ഉള്ള 2 റെക്റ്റാങ്കിൾസ്, അതായത് 6/8 സെൻറ്റിമീറ്റർ ഉള്ള 2 റെക്റ്റാങ്കിൾസ്. അതിൻ്റെ ഏരിയ 6 × 8 × 2 റെക്റ്റാങ്കിൾസ് ഉള്ളതുകൊണ്ടാണ് 2. അതിൻ്റെ 96 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതുപോലെ 6/10 2 സ്ക്വയേഴ്സ് 120 സെൻറ്റിമീറ്റർ സ്ക്വയേഴ്സ്. 8/10 ഉള്ള 2 സ്ക്വയേഴ്സ് 160 സെൻറ്റിമീറ്റർ സ്ക്വയർ. റെക്റ്റാങ്കിളുടെ ഏരിയ കാണാൻ നിങ്ങൾക്കറിയാമല്ലോ, നീളം ഇൻറ്റു വീതി. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ നമ്മൾ 96 + 120 + 160 ചെയ്തു. 376 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 2 രൂപ നിരക്കിലാണെങ്കിൽ 376 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 376 × 2 752 രൂപ. അടുത്ത പ്രോബ്ലം. വാട്ട് ഈസ് ദ എസ്റ്റിമേഷൻ കോസ്റ്റ് ഓഫ് ദി ജോബ് ഷോൺ ഇൻ ദ ഫിഗർ ഇഫ് ദ കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് Rs 140 per kilogram and the density of material is 7.8 gram per centimeter cube?
Machining cost taken for milling machine 3 hours 25 minutes and machining charge is Rs 180 per hour. അപ്പോൾ ഈ ഒരു ജോബ് നമുക്കൊരു റെക്റ്റാങ്കിളിൽ നിന്ന് 2 റെക്റ്റാങ്കിൾസും കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു പോർഷനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷൻ 78 × 48 അല്ലേ, അതിൻ്റെ തിക്നെസ് 10. അതായത് ഈ ഒരു പോർഷൻ്റെ, ഈ ഒരു ജോബിൻ്റെ ബ്ലാങ്ക് പോർഷൻ്റെ വോളിയം എന്ന് പറയുന്നത് 7.8 സെൻറ്റിമീറ്റർ ഇൻറ്റു 4.8 സെൻറ്റിമീറ്റർ ഇൻറ്റു തിക്നെസ് ആയിട്ടുള്ള 1 സെൻറ്റിമീറ്റർ, 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ, അപ്പോൾ 37.44 സെൻറ്റിമീറ്റർ ക്യൂബ് കിട്ടി. അതിൽ നിന്ന് 2 ട്രയാങ്കുലർ പീസസിൻ്റെ വോളിയം മൈനസ് ചെയ്യണം, അതുപോലെ 2 റെക്റ്റാങ്കുലർ പീസസിൻ്റെ വോളിയം മൈനസ് ചെയ്യണം. ഒരു ട്രയാങ്കുലർ പീസിൻ്റെ ഏരിയ അല്ലെങ്കിൽ വോളിയം എത്രയാണെന്ന് നോക്കാം. ഹാഫ് BH ഇൻറ്റു തിക്നെസ് ചെയ്താൽ മതി ഒന്നിൻ്റെ വോളിയം കിട്ടാൻ. ഇൻറ്റു 2 ചെയ്താൽ 2 ട്രയാങ്കുലർ പീസസിൻ്റെ വോളിയം കിട്ടി. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് 1.4 സെൻറ്റിമീറ്റർ, 14 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1.4 സെൻറ്റിമീറ്റർ. ബേസിൻ്റെ ലെങ്ത്തും 1.4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് കിട്ടിയത് 78 നിന്ന് 50 മൈനസ് ചെയ്താൽ 28 2 ഭാഗത്തു കൂടി ഡിവൈഡ് ചെയ്താൽ 14 വീതം. അപ്പോൾ ബേസും ഹൈറ്റും 14. അപ്പോൾ ഹാഫ് BH വെച്ച് ഏരിയ കണ്ടു. തിക്നെസ് 1 സെൻറ്റിമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 എണ്ണം ആയതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കപ്പോൾ 2 ട്രയാങ്കുലർ പീസസിൻ്റെ വോളിയം 1.96 സെൻറ്റിമീറ്റർ ക്യൂബ് കിട്ടി. ഇനി 2 റെക്റ്റാങ്കുലർ പീസസിൻ്റെ വോളിയം കാണണം. അപ്പോൾ ഇതിൻ്റെ നീളം 20, വീതി 14. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം 2 പീസസ് ആയതുകൊണ്ട് ഇൻറ്റു 2 ചെയ്തു. 5.6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് 2 റെക്റ്റാങ്കുലർ പീസസിൻ്റെ കൂടി വോളിയം. അപ്പോൾ നമ്മൾ ടോട്ടൽ ജോബിൽ നിന്ന് 2 ട്രയാങ്കിളിൻ്റെയും 2 റെക്റ്റാങ്കിളിൻ്റെയും വോളിയം മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ജോബിൻ്റെ വോളിയം കിട്ടി 29.88 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ മെഷീനിങ് ചാർജ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 1 മണിക്കൂറിന് 180 രൂപയാണെങ്കിൽ 3 മണിക്കൂർ 25 മിനിറ്റ്, 1 മണിക്കൂർ 60 മിനിറ്റ് ആണല്ലേ. അപ്പോൾ 3 മണിക്കൂർ 25 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 180 മിനിറ്റ് പ്ലസ് 25, 205 മിനിറ്റ്. ഇപ്പോൾ 205 ഇൻറ്റു 180/60 615 രൂപ. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കൂടെ ഈ ഒരു മില്ലിംഗ് ചാർജ് കൂടി ആഡ് ചെയ്യണം. മെറ്റീരിയൽ കോസ്റ്റ് കാണാൻ നമ്മൾ വോളിയത്തിന് ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 0.233 കിലോഗ്രാം കിട്ടി. അതിന് 140, 1 കിലോഗ്രാമിന് 140 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അതിനെ 0.233 കിലോഗ്രാമിന് 140 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32.62 രൂപ കിട്ടി മെറ്റീരിയൽ കോസ്റ്റ്. അതിൻ്റെ കൂടെ മില്ലിംഗ് ചാർജ് കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് കിട്ടും. അതായത് 32.62 പ്ലസ് 615 647.67. അടുത്ത പ്രോബ്ലം നോക്കാം. വാട്ട് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് ലേബർ ചാർജ് ഫോർ മേക്കിംഗ് ഇൻസൈഡ് സ്ക്വയർ ഓഫ് സൈസ് 30/30 മില്ലിമീറ്റർ ഇഫ് മേക്കിംഗ് ചാർജ് Rs 500 per സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു സ്ക്വയർ മേക്ക് ചെയ്യാൻ എത്ര ചാർജ് ആവുമെന്നാണ് ചോദ്യം. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ടാവുമെന്ന് നോക്കാം. 30/30 മില്ലിമീറ്റർ ആണ് തന്നത്. അപ്പോൾ 3/3 സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 10 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 500 രൂപയാണെങ്കിൽ 9 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്രയായിരിക്കും? 9 ഇൻറ്റു 500/10 450 രൂപ. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ടോട്ടൽ എസ്റ്റിമേഷൻ കോസ്റ്റ് ഫോർ മേക്കിംഗ് ദ കമ്പോണൻറ്റ് ഓഫ് 8 ഡ്രിൽഡ് ഹോൾസ് ഡയമീറ്റർ 10 millimeter and 4 numbers of M6 tabs in a plate if Rs 8 per drilled holes and Rs 12 per drill and tab. ഇതിൻ്റെ നമ്പറും അതുപോലെ തന്നെ പ്രൈസും മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 8 × 8
ഒരു ഡ്രിൽഡ് ഹോളിന് 8 റുപ്പീസ് ആണെങ്കിൽ 8 ഡ്രിൽഡ് ഹോളിന് 8 × 8 ആറ് 64. ഒരു M6 ടാപ്പിന് 12 റുപ്പീസ് ആണെങ്കിൽ 4 M6 ടാപ്സിന് 4 × 12 48 റുപ്പീസ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 112 രൂപ കിട്ടും. അടുത്ത ചോദ്യം, what is the total estimation cost of mantle as shown in the figure if density is 7.8 gram per centimeter cube and material cost is Rs 240 per kilogram. ഈ ഒരു ജോബിന് നീളം 120 പ്ലസ് രണ്ട് ഭാഗത്തും 18, ലാർജർ ഡയമീറ്റർ 30, സ്മോളർ ഡയമീറ്റർ 20. ഓക്കെ, ഇപ്പോൾ ലാർജർ ഡയമീറ്റർ 30 ആണെങ്കിൽ 3 സെൻറ്റിമീറ്റർ, റേഡിയസ് 1.5 സെൻറ്റിമീറ്റർ, സ്മോളർ ഡയമീറ്റർ 20 മില്ലിമീറ്റർ, അതായത് 2 സെൻറ്റിമീറ്റർ, റേഡിയസ് 1 സെൻറ്റിമീറ്റർ. ലാർജർ ഡയമീറ്ററുള്ള മാൻഡലിൻ്റെ വോളിയം എന്ന് പറയുന്നത് πr² × L. പൈക്ക് 3.142 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1.5 × 1.5 × 12 എന്ന് പറയുന്നത് 120 മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ ആക്കിയതാണ്. അപ്പോൾ നമുക്ക് 84.834 സെൻറ്റിമീറ്റർ ക്യൂബ് കിട്ടി. ഇനി വോളിയം ഓഫ് സ്മോളർ ഡയമീറ്റർ മാൻഡൽ πr² × L. പൈ 3.14 × റേഡിയസ് 1 സ്ക്വയർ ഇൻറ്റു ലെങ്ത് 1.8 സെൻറ്റിമീറ്റർ, 2 പീസ് ഉള്ളത് കൊണ്ട് × 2 ചെയ്തു 11.311 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇപ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 96.148,145 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഡെൻസിറ്റി 7.8 gram per centimeter cube തന്നിട്ടുണ്ട്. അപ്പോൾ വെയ്റ്റ് എന്ന് പറയുന്നത് 96.145 × 7.8. അപ്പോൾ നമുക്ക് 749.931 ഗ്രാംസ് കിട്ടി, അതായത് 0.750 കിലോഗ്രാം. ഇപ്പോൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ × 240 ചെയ്യുക, അപ്പോൾ 180 റുപ്പീസ് കിട്ടും. അടുത്ത ചോദ്യം, what is the material cost of component as shown in the figure if density of material is 7.8 gram per centimeter cube, material cost is Rs 180 per gram. ഇപ്പോൾ ഈ ഒരു ജോബ് എന്ന് പറയുന്നത് ഈ സ്ക്വയറിൽ നിന്ന് 2 റെക്റ്റാങ്കിൾസ് കട്ട് ചെയ്ത് മാറ്റിയാൽ എത്ര ഉണ്ടാകുമോ അതാണ് അല്ലേ. അപ്പോൾ സൈസ് ഓഫ് ബ്ലാങ്ക് ആയിട്ടുള്ള ഈ ജോബിൻ്റെ സൈസ് എത്രയാണ്? 80 × 80 തിക്നെസ് 10. അപ്പോൾ 8 × 8 × 1 സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് 64 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് BH, ഹാഫ് × 40 മില്ലിമീറ്റർ 4 സെൻറ്റിമീറ്റർ, ഇവിടെയും 40 മില്ലിമീറ്റർ 4 സെൻറ്റിമീറ്റർ, ഹാഫ് BH ചെയ്യാം 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ 2 എണ്ണം ഉണ്ട്, 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൻ്റെ തിക്നെസ് 10 മില്ലിമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്റർ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 16 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇപ്പോൾ വോളിയം ഓഫ് ജോബ് എന്ന് പറയുന്നത് ടോട്ടൽ വോളിയത്തിൽ നിന്ന് 2 ട്രയാങ്കിൾസ് കട്ട് ചെയ്തത്. 64 - 16 48 സെൻറ്റിമീറ്റർ ക്യൂബ്. ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 7.8 gram per centimeter ക്യൂബാണ്. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്താൽ 374.4 ഗ്രാംസ് കിട്ടും, അതായത് 0.374 കിലോഗ്രാംസ്. അതിനെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും 0.374 × 180 67.32. സോൾവ് ചെയ്ത പ്രോബ്ലംസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.